നമസ്കാരം. വേദജ്യോതിഷത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു, അഥവാ മുൻകൂട്ടി പ്രവചിക്കുന്നതാകുന്നു. നവഗ്രഹങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന രാശിമാറ്റങ്ങൾ അത് ഏതെല്ലാമാണ് എന്നും ഇത്തരത്തിൽ സംഭവിക്കുന്നതായ രാശിമാറ്റത്തിന്റെ ഫലമായി എന്തെല്ലാം കാര്യങ്ങൾ, അതായത് രൂപപ്പെടുന്നതായ രാജയോഗങ്ങളും മറ്റ് ശുഭകരമായ യോഗങ്ങളെക്കുറിച്ചും ഗ്രഹസംയോഗങ്ങളും എല്ലാം തന്നെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നു അഥവാ പ്രവചിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രകടമായ മാറ്റങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഈ സമയം ശുക്രന്റെ രാശിമാറ്റം വളരെ വിശേഷപ്പെട്ടതാണ്. എല്ലാ രാശികളിലെയും പല രീതിയിലും അഥവാ പല രാശികളെയും പല രീതിയിലാണ് ഈ രാശിമാറ്റം ബാധിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഈ രാശിമാറ്റത്തിന്റെ ഫലമായി ഒരു രാജയോഗവും രൂപാന്തരം കൊള്ളുന്നു എന്നതാണ് വാസ്തവം. സെപ്റ്റംബറിലാണ് ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. മാളവ്യ രാജയോഗമാണ് ഇത്തരത്തിൽ സംഭവിക്കാനായി പോകുന്നത്. ഐശ്വര്യത്തിന്റെ ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ തുലാം രാശിയിലേക്ക് എത്തുന്നതിന്റെ ഫലമായാണ് മാളവ്യ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങൾ മാളവ്യ രാജയോഗത്താൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്നതിന് മുന്നോടിയായി ചില കാര്യങ്ങൾ കൂടി അറിയുക. ഈ രാശിയുടെ പണം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട രാശിയിലാണ് ഈ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ രാജയോഗത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ചില പ്രത്യേകമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങളുടെ സംഭാഷണങ്ങൾ, നിങ്ങളുടെ സംസാരം അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം ഭാഷണം മധുരമുള്ളതായി തീരും. മികച്ചതായ രീതിയിൽ തന്നെ പല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുവാൻ സാധിക്കും. അതിനാൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും പല കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. പറയുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ മനോബലത്താൽ പറയുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ധനപരമായ ചില അനുകൂലമായ കാര്യങ്ങൾ, ധനസമൃദ്ധി വന്നു ചേരാം. അത് ഈ രാജയോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ സഹായധനമാകാം, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്നതാകാം. അതല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ വന്നു ചേരുന്ന ലാഭമാകാം. അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ആകസ്മികമായി ധനം ലഭിക്കുക, പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, പ്രതീക്ഷിക്കാതെ സമ്പത്ത് വർദ്ധിക്കുക. കൂടാതെ ഈ സമയം വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുക. ശരിയായ രീതിയിൽ സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ, സമ്പാദ്യം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ രീതിയിൽ അനുകൂലമാക്കുവാൻ സാധിക്കുക, സമ്പാദ്യം വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രണയികൾക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില തടസ്സങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ എപ്രകാരമാണ് ഇത് തരണം ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ലാഭം നേടുവാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരമായി തീരും. മാളവ്യ രാജയോഗം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ നിങ്ങൾ പുലർത്തുക.
തുലാം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ശുക്രന്റെ ഫലമായുള്ള മാളവ്യ രാജയോഗം ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. നിർഭാഗ്യങ്ങൾ വേട്ടയാടുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. സൗഭാഗ്യങ്ങൾ അനുകൂലമാകുവാൻ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കൂടുതൽ ആകർഷകമായി തീരും. പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം അത് നിങ്ങളിൽ കൂടുതൽ ആകർഷകമായി തീരും. അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശേഷപ്പെട്ടതായ ചില ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കുക, മറ്റുള്ളവർക്കിടയിൽ ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ സ്ഥാനം, ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ജോലി മാറുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത് വിദേശത്തേക്കാണ് എങ്കിൽ പോലും അനുകൂലമാണ് സമയം. ജോലി ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. മികച്ചതായ സ്ഥാനമാനങ്ങൾ, വേതനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ അത് തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഷളാകാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. ചില വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചില തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കുന്നതിന് കാരണമായി തീരും. അതിനാൽ അത്തരത്തിൽ, അതായത് നിങ്ങൾക്ക് സാധിക്കാത്തതായ, നിങ്ങൾക്ക് പറ്റാത്തതായ ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. അത് സഹായധനം തന്നെയാകണം എന്നില്ല. സൗഭാഗ്യം പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരാം. നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരാം. അതല്ല, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, വളരെ കാലമായി ലഭിക്കാതിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാവുന്നതുമാണ്. അത്തരത്തിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അതിനാൽ ഈ സമയം പൊതുവിൽ ശുഭകരമാണ്. മാളവ്യ രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർത്ത് മുന്നോട്ട് പോവുക. പ്രധാനമായും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും മാളവ്യ രാജയോഗം ചില അത്ഭുതകരമായ കാര്യങ്ങൾ നൽകി എന്ന് വരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്, അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. അപൂർവമായ ഭാഗ്യങ്ങൾ, വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇവരുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട രാശിയിൽ തന്നെയാണ് ഈ രാജയോഗം സംഭവിക്കുന്നത്. അതിനാൽ പ്രാധാന്യം ഏവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ശുക്രന്റെ കടാക്ഷം നിങ്ങളുടെ വരുമാനത്തിൽ വൻ വർധനവിന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം ക്രമാതീതമായി ഉയരും. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളിലും ആലസ്യം നിങ്ങൾക്കുണ്ട്. പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്.
അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ, ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്സാഹം വന്നു ചേരും, ആത്മവിശ്വാസം വന്നു ചേരാം, മനോബലം വർദ്ധിക്കാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലും അതിൽ വിജയങ്ങൾ എപ്രകാരം സ്വന്തമാക്കുവാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കുടുംബവുമായി ബന്ധപ്പെട്ട് അഥവാ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, ഇവരുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം, സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഒപ്പം നിൽക്കുവാൻ ചില വ്യക്തികൾ ഉണ്ടായി എന്ന് വരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയം ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ ചതി സംഭവിക്കാം. അതല്ല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. എന്നാൽ ഈ സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ മാനസികപരമായ ചില പ്രശ്നങ്ങൾ, അതായത് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില മനോദുഃഖങ്ങൾ, മനോവിഷമങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ്. ശുക്രന്റെ കടാക്ഷത്താൽ കൂടി തീർച്ചയായും നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കണം. അത് ജോലിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ബിസിനസ് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതാകാം, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില അവസരങ്ങളാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിച്ച് വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും.